Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Prayer start ചെയ്യല്ലേ? Okay, ma'am. Dear God, thank you for this new day. Please guide my thoughts, words, and actions, and help me spread kindness and love. Give me strength for the challenges ahead, and keep me mindful of your blessings. Amen. Thank you. Signing. Good morning, everyone. I am warmly welcome you all to today's online class. Let us begin this session with a positive mind and enthusiasm to learn. Welcome, ma'am, and all my dear friends. Thank you. Okay. Thought of the day. Believe in yourself and every challenge will turn into an opportunity. Thank you. അപ്പൊ മിസ്സിന്റെ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞായിരുന്നോ? ലീവ് ആപ്ലിക്കേഷൻ്റെ എടുക്കണം മാം. അതല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അപർണ മിസ് എടുത്ത് കഴിഞ്ഞായിരുന്നോ? ഇല്ല മാം, ഇനി എടുക്കാനുണ്ട്. എടുക്കാനുണ്ടല്ലേ? ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറയാമോ? 176. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ പറഞ്ഞവരൊക്കെ എഴുതിയിട്ടുണ്ടോ? ബയോഡേറ്റയും അതുപോലെ തന്നെ ജോബിന് അപ്ലൈ ചെയ്യുന്ന ഫോർമാറ്റും കുറച്ച് പേര് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതിയോ? എഴുതി. നെക്സ്റ്റ് വൺ ലീവ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിക്കോളൂ. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യോ? 2 കോളമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം.
ഓക്കെ നോക്കാം. വായിച്ചോ? റീഡ് ചെയ്തോ? Yes, ma'am. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് തന്നെ. അതായത് ഏത് ടീച്ചറാണോ ലീവ് എടുക്കുന്നത് ആ ടീച്ചറിന്റെ പേരുണ്ടാകും, നെയിം, കേട്ടോ. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് ആൻഡ് കോഡാണ്, അതായത് ഡെസിഗ്നേഷൻ ആണ്. അതായത് ഇപ്പോ സീനിയർ ടീച്ചർ ആവാം അല്ലെങ്കിൽ ജൂനിയർ ടീച്ചർ ആകാം. അപ്പൊ അവരുടെ പോസ്റ്റ് എന്താണെന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് എഴുതുക. പിന്നെ അവർക്കൊരു കോഡും ഉണ്ടാകും, ഒരു നമ്പർ പോലൊരു സംഭവം ഉണ്ടാവും, അതിനെയാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോ അവരുടെ ആ ഒരു തസ്തിക അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ എന്താണെന്ന് എഴുതുക. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കോഡും മെൻഷൻ ചെയ്യുക. ദെൻ ഹെഡ് ഓഫ് ദ ലീവ്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ലീവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ. ഹെഡ് ഓഫ്, ഇപ്പൊ സ്കൂളിൽ തന്നെ ഉണ്ടാവുമല്ലോ, LP സെഷൻ ഉണ്ടാവും, UP സെഷൻ ഉണ്ടാവും, ഹൈസ്കൂൾ വിഭാഗം ഉണ്ടാകും, ഹയർ സെക്കൻഡറി ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഹെഡ് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അവിടെ മെൻഷൻ ചെയ്യാം. ദെൻ ഡേറ്റ് ഫോർ വിച്ച് ദ ലീവ് റിക്വയർഡ്, ഏത് ദിവസമാണ് ലീവ് വേണ്ടതെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. ദെൻ റീസൺസ്, എന്ത് കാരണത്താലാണ് ലീവ് എടുക്കുന്നത് എന്നുള്ള കാര്യം. ചിലവര് ലോങ് ലീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കായിരിക്കും എടുക്കുന്നത്. ചിലർക്ക് മാരേജ് ആവശ്യം ഉണ്ടാവും, ചിലവർക്കാണെങ്കിൽ മെറ്റേണിറ്റി ലീവ് ആയിരിക്കും വേണ്ടത്. ഇനി മറ്റു പലർക്കാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ലീവ് ആയിരിക്കും വേണ്ടത്, എന്തെങ്കിലും അസുഖം ബാധിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ലീവിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ റീസൺ എന്താണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്, അതുപോലെ തന്നെ എത്ര ദിവസമാണ് നമ്മൾ ലീവ് എടുക്കുന്നത് അല്ലെങ്കിൽ എത്ര ദിവസമാണ് നമ്മൾക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തെടുത്തിരിക്കണം. ഓക്കെ. ദെൻ ലീവ് ഓൾറെഡി ടേക്കൺ ബിഫോർ ദിസ്, ഇനി ഇതിനു മുമ്പ് അതായത് ഇപ്പോ ലീവ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, കുറച്ച് ദിവസത്തെ ലീവ് എടുത്തു എന്ന് വിചാരിക്കാം. ഇതേപോലെ തന്നെ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ആവശ്യമോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾ കൊണ്ടോ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീവിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ ബിഫോർ ദിസ്, അതുപോലെ തന്നെ നമുക്കറിയാം ടീച്ചേഴ്സിനൊക്കെ ലീവ് ഉണ്ടാവും അല്ലെ, ഇല്ലേ? ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ലീവ് കൊടുക്കാറുണ്ട്, അവർക്ക് കാഷ്വൽ ആയിട്ട് ലീവ് കൊടുക്കാറുണ്ട്, ഇല്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ സ്ഥാപനങ്ങളിൽ ലീവ്, ഏതൊരു സ്ഥാപനമാണെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ലീവ് ഉണ്ടാവാറുണ്ട്. അതായത് അവർക്ക് പേയ്മെന്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ലീവ് എടുക്കാം. അപ്പോ ലീവ് ഇപ്പോ ഒരു മാസത്തില് 4 ലീവ് എടുക്കുന്ന, അതായത് 4 ലീവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ടീച്ചർക്ക് മാസത്തിൽ 4 ലീവ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 4 ലീവ് ആ ടീച്ചർ എടുത്തിട്ടില്ലെങ്കിൽ, അതായത് 2 ലീവേ എടുത്തിട്ടുള്ളതെങ്കിൽ ബാക്കി 2 ലീവ് അവിടെ മിച്ചം വരും അല്ലെ, ഇല്ലേ? വരില്ലേ? ആ. അപ്പൊ ഇങ്ങനെ അതൊരു മാസത്തിലെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനി കുറെ മന്ത് ഉണ്ട് അല്ലെ, കുറെ മാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ടീച്ചർ ആ ലീവ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ലീവ് ബാലൻസ് വരും. ഓക്കെ. അപ്പൊ അങ്ങനെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ബാലൻസ് ലീവ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, ma'am. ദെൻ ഇവിടെ സിഗ്നേച്ചർ വരണം, ആപ്ലിക്കന്റിന്റെ സിഗ്നേച്ചർ. അപ്പൊ ഇത്രയുമാണ് ടീച്ചർ എന്ന രീതിയിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് ഓഫീസ് യൂസ് ആണ്. ഓക്കെ. നമ്മൾ ലീവ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നീട് അവര് അത് പരിശോധിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഫീസ് യൂസിൽ ആദ്യം വരുന്നത് ലീവ് പെർമിറ്റഡ്, നോട്ട് പെർമിറ്റഡ്. അതായത് ലീവ് അപ്ലൈ ചെയ്ത വ്യക്തിക്ക് ലീവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ, അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, yes or no, ആ ഒരു കാര്യമാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് പെർമിഷൻ, ചിലപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ലീവ് സാങ്ഷൻ ചെയ്യുന്നത്. അപ്പോ ആ ദിവസം എന്നാണോ ലീവിന് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് അവിടെ എഴുതുക, ഡേറ്റ് ഓഫ് പെർമിഷൻ. ദെൻ ലീവ് വിത്ത് പേ, ലോസ് ഓഫ് പേ. ഇനി ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവാണോ അല്ലെങ്കിൽ ശമ്പളം ഇല്ലാതെയുള്ള ലീവാണോ എന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. നമുക്കറിയാം മെറ്റേണിറ്റി ലീവ് പോലുള്ള ലീവുകൾക്ക് എന്ത് ചെയ്യാറില്ല, ശമ്പളം കട്ട് ചെയ്യാറില്ല അല്ലെ, സാലറി കൊടുക്കാറില്ലേ? ഏറിയ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സാലറി കൊടുക്കാറുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യാറില്ല, ലീവ് കട്ട് ചെയ്യാറില്ല. ഇനി മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ലീവ് കട്ട് ചെയ്ത് പേയ്മെന്റ് കട്ട് ചെയ്യാറുണ്ട്. അപ്പോ ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവാണോ അല്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ലീവാണോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നെയിം ഓഫ് ദി സ്കൂൾ, സ്കൂളിന്റെ പേര് എഴുതുക. വെദർ ദ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഫോർ ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ്. ഇനി എന്തുകൊണ്ടാണ് ശമ്പളം നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവിടെ വെക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ കാരണം, ശമ്പളം നഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ഓക്കെ. ദെൻ ചാനൽ ഓഫ് അപ്ലൈയിങ്, അതായത് ഈ ലീവ് അപ്ലൈ ചെയ്ത വ്യക്തി ഏത് ചാനൽ വഴിയാണ്, ഏതാണ് മീഡിയം, ഏതാണ് ഉപയോഗിച്ചത്. ചിലപ്പോൾ പോസ്റ്റ് വഴിയാകാം ലെറ്റർ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നേരിട്ടാവാം, ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ ആകാം, അല്ലെ ഇമെയിൽ വഴിയാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോ ഏത് ചാനലാണ് ആ ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് മീഡിയം ഉപയോഗിച്ചിട്ടാണ് ലീവ് ലെറ്റർ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ, ഐ വെരിഫൈഡ് ദ ബാലൻസ് ഓഫ് ലീവ്, ഇറ്റ് ഈസ് ഡാഷ് ഡേയ്സ് ഓൺലി. അപ്പോ ഇതിനകത്ത് ആർക്കാണോ ഈ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ആ വ്യക്തി ഇത് പരിശോധിച്ചതിന് ശേഷം ഇത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ ബാലൻസ് ഓഫ് ലീവ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് എത്ര ദിവസമാണെന്ന് അവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദെൻ സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ, അതായത് അതോറിറ്റിയുടെ പോസ്റ്റും സീലും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ലീവ് സാങ്ഷൻഡ് റെഫ്യൂസ്, ലീവ് സാങ്ഷൻ ചെയ്തോ റെഫ്യൂസ് ചെയ്തോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ, സിഗ്നേച്ചർ ഓഫ് ദ ഡീകോഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ, ആ സ്കൂളിന്റെ സീലും അതുപോലെ തന്നെ ആരാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ സിഗ്നേച്ചർ ഒക്കെ അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഒരു ലീവ് ആപ്ലിക്കേഷന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. സംശയം, വെദർ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഓർ ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരും. അതായത് നമുക്കിപ്പോ പേയ്മെന്റ്, അതായത് പേയ്മെന്റ് കട്ട് ചെയ്തുകൊണ്ടാണ് ലീവ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ കാരണം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ലോസ് ഓഫ് പേ വന്നത് എന്നുള്ളത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. താങ്ക് യു മാം. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് കേട്ടോ, ഇത്രയുമാണ് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് മാൻ ആൻഡ് എൻവയൺമെന്റ് എടുത്തിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം കേട്ടോ. 10th ചാപ്റ്റർ, യൂണിറ്റ് 10, മാൻ ആൻഡ് എൻവയൺമെന്റ്. ഈ ചാപ്റ്ററിലൊന്നും മനസ്സിലാകാത്തതില്ലല്ലോ, ഈസി അല്ലേ? ടൈം ടേബിളിനെ കുറിച്ചും അതുപോലെ തന്നെ ബയോഡേറ്റ, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. എൻവയൺമെന്റ് ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. ഓക്കെ, ഹസീന വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നോക്കാമോ? Unit 10, Man and Environment. A resource has been defined as any means of attaining given ends or a source of supply or support generally held in reserve. Natural resources include the total natural environment, that is the entire surface layer of Earth. So the natural resources are the components of atmosphere, hydrosphere, and lithosphere. Based on the affluence and availability, natural resources are divided into two sections. They are renewable and renewable resources. അതായത് ഒരു വിഭവം, അതായത് റിസോഴ്സ് എന്നത് നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഏത് മാർഗവും അല്ലെങ്കിൽ സാധാരണയായി സംഭരിച്ച് വെച്ചിരിക്കുന്ന വിതരണത്തിന്റെയോ പിന്തുണയുടെയോ ഒരു ഉറവിടം എന്ന് തന്നെ ഇതിനെ ഡിഫൈൻ ചെയ്യാം. പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ മുഴുവൻ പ്രകൃതിദത്ത പരിസരത്തെയും ഉൾക്കൊള്ളുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മുഴുവൻ ഘടകങ്ങളെയും. അതിനാൽ അതിനെ പ്രകൃതി ഉപരിതലത്തിലുള്ള മുഴുവൻ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ്. അന്തരീക്ഷം, ജലമണ്ഡലം, ഭൂമണ്ഡലം എന്ന് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് സമൃദ്ധിയും ലഭ്യതയും അടിസ്ഥാനമാക്കി പ്രകൃതി വിഭവങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം. അവയാണ് റീന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ പുനരുൽപ്പാദിപ്പിക്കാവുന്ന വിഭവങ്ങളെന്നും പുനരുൽപ്പാദിപ്പിക്കാനാകാത്ത വിഭവങ്ങളെന്നും പറയുന്നത്. renewable resources. These resources are naturally restored after being used. Example, water, biomass. ഇവ ഉപയോഗിച്ച ശേഷം വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. എക്സാമ്പിൾ വെള്ളം, ജൈവവസ്തുക്കളൊക്കെ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. അതിനാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ റിസോഴ്സസ് വിച്ച് കനോട്ട് ബി റീപ്ലെനിഷ്ഡ് വിത്തിൻ a small period. Example, fossil fuels, ores, metals.
പുനരുൽപ്പാദിപ്പിക്കാനാകാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണിവ. ഉദാഹരണം ഫോസിൽ ഇന്ധനങ്ങളും ഓറസ് മെറ്റൽസ്, ധാതുക്കളും ലോഹങ്ങളും ആണോ മാം? അതെ. ആ, അത്ര മതിയോ മാം? ഹ്യൂമൻ ഇന്ററാക്ഷൻ പറയാമോ? വേണ്ട വേണ്ട. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫില് റിസോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് റിസോഴ്സസ്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. റിസോഴ്സസ് എന്താ? സാറിനെ സംഭരിച്ചു വെച്ചിട്ട് വിതരണ എന്താണ്? സാധാരണയായി സംഭരിച്ച് വെച്ചിരിക്കുന്ന സാധനത്തിന്റെ വിതരണത്തിന്റെയോ ഒരു ഉറവിടം. പ്രകൃതിപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന റിസോഴ്സസ്, വസ്തുക്കള്. പ്രകൃതിയില് അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാട് ധാരാളം റിസോഴ്സസ് ഉണ്ട് അല്ലേ? കുറെ അധികം റിസോഴ്സസ് ഇല്ലേ? ഏതൊക്കെ റിസോഴ്സസ് നമ്മളെ? ഭൂമിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം റിസോഴ്സസ് ആണ്. വാട്ടർ എല്ലാം റിസോഴ്സസ് ആണ്. മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ഇതൊക്കെ റിസോഴ്സസ് അല്ലേ? കുറെ അധികം റിസോഴ്സസ് ഉണ്ട് അല്ലെ? നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര റിസോഴ്സസ് നമ്മുടെ ഭൂമിയിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് റിസോഴ്സസ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി, മനുഷ്യന്മാർക്ക്. മനുഷ്യന്മാർക്കും ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഓക്കെ. അപ്പോ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന ഏതൊരു പ്രകൃതി വസ്തുവിനെയും റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ എന്ന് പറയുന്നു. കേട്ടോ, എന്റെ ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. റിസോഴ്സസ് എന്തിനു വേണ്ടി? അതായത് മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണത് റിസോഴ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയറാണോ? അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആയിട്ട് എന്താണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമ്മാനമാണെന്ത് ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ റിസോഴ്സസ് കൂടിയേ തീരും. അപ്പോ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് റിസോഴ്സസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട്, പ്രത്യേക ഒരു പേര് പറയുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? പ്രകൃതിദത്തമായി കിട്ടുന്നത്. പ്രകൃതിദത്തമായി കിട്ടുന്നത് അല്ലെങ്കിൽ ഭൂമിയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതാണെന്ത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഈ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് കുറെ അധികം, അതായത് ഇന്ന സ്ഥലത്ത് മാത്രം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കുറെ അധികം ഏരിയയിൽ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് കാണാം അല്ലെ? അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ ചുറ്റിനുണ്ട് അല്ലെ? നമ്മുടെ ചുറ്റിനെന്ന് പറഞ്ഞാല് നമ്മുടെ അന്തരീക്ഷമുണ്ട്. അതിനെ പല പാളികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങളുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷത്തിനെ പറയുന്നതാണ്. അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് കാണാനായിട്ട് സാധിക്കും? നമുക്ക് എന്ത് കാണാനാ സാധിക്കുക? റിസോഴ്സസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിലുണ്ട്, ഹൈഡ്രോസ്ഫിയറിലുണ്ട്, ലിത്തോസ്ഫിയറിലൊക്കെ നമുക്ക് റിസോഴ്സസ് കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ റിസോഴ്സസ് അവൈലബിലിറ്റി അനുസരിച്ച് റിസോഴ്സസിനെ, നാച്ചുറൽ റിസോഴ്സസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്, മറ്റൊന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുപയോഗിക്കാൻ കഴിയാവുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സസോ?
ഉപയോഗിക്കാൻ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത്. പുനഃസ്ഥാപിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പുനഃസ്ഥാപിക്കണം എന്നാണ് അതിന്റെ കറക്റ്റ് മീനിങ് വരിക. അതായത് നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ നമുക്ക് നാച്ചുറൽ റിസോഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റിന്യൂവബിൾ, മറ്റൊന്ന് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. അപ്പൊ ആദ്യത്തേതാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. These resources are naturally restored after being used. Example, ഇത്തരത്തിലുള്ള ഈ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഇത് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപയോഗം തീരില്ല, നമുക്ക് എടുത്തു തോറും കിട്ടിക്കൊണ്ടേയിരിക്കുന്ന കാര്യമാണ് എന്ത് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടർ കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ബയോമാസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇത് നമുക്ക് എന്ത് കിട്ടും, അതായത് എടുത്തു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന റിസോഴ്സസ് ആണെന്ത് വാട്ടറും ബയോമാസും. ക്ലിയർ ആയോ മാം? ബയോമാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മാം? ബയോമാസ് എന്താണ്, കേട്ടിട്ടില്ലേ? അന്തരീക്ഷത്തിലുള്ള എയർ അതൊന്നും തീർന്നു പോകില്ലല്ലോ. ഓക്സിജൻ, അന്തരീക്ഷത്തിലുള്ള എയർ, അതൊക്കെയാണ് ബയോമാസ് അല്ലേ മാം? തീർന്നു പോകത്തില്ലല്ലോ. അതെ അതെ അതെ, അതാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് സെമിനാർ ടോപ്പിക് തരുന്നുണ്ട്, അപ്പൊ നിങ്ങളത് വിശദമായിട്ട് പറയണം ക്ലാസ്സിൽ, കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുക്കും, അതിനുശേഷം ഞാനിത് സെമിനാർ ആയിട്ട് വെക്കും. ഇത് എല്ലാ ക്ലാസ്സുകളിലും സെമിനാർ ആയിട്ട് കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, കേട്ടോ. ലവ്ലി, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, കേട്ടോ. ഇനി അതുപോലെ തന്നെ ഗ്യാസസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഗ്യാസസ് ആണോ ഉദ്ദേശിക്കുന്നത്? ബയോമാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സ്, അതുപോലെ തന്നെ മരങ്ങള്, ഇതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നോക്കാം. ദീസ് ആർ റിസോഴ്സസ് വിച്ച് കാനോട്ട് ബി റീപ്ലെനിഷ്ഡ് വിത്ത് എ സ്മോൾ പീരീഡ്. അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീണ്ടും ലഭിക്കാത്ത വിഭവങ്ങളെയാണ് നമുക്ക് എന്ത് പറയാ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയാം. ഓക്കെ, അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ത് പറ്റില്ല, നമുക്കത് ലഭിക്കില്ല. ഓക്കെ, കുറേയധികം വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ. അപ്പൊ ആദ്യത്തേതാണ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ കൽക്കരി വരും, പെട്രോളിയം വരും. ഓക്കെ, കോള്, പെട്രോൾ, ഇതൊക്കെ എന്തിനാണ്, ഫോസിൽ ഫ്യൂവൽസ് ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ദിനോസറുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇല്ലേ, ഇട്ടുണ്ടാവും. കുറെ നാൾ മണ്ണിനടിയിൽ കിടന്നിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട്. ഡീകേ ചെയ്ത് ഉണ്ടാവുന്നതല്ലേ മാം? അതെ അതെ അതെ. അപ്പോ ഫോസിൽ ഫ്യൂവൽസ്, അപ്പോ അതിനകത്ത് വരുന്നതാണ് ഒന്ന് കൽക്കരി വരും, പിന്നെ ഒന്ന് പെട്രോളിയം വരും. ഓക്കെ, പിന്നെ ഓർസ് ആൻഡ് മെറ്റൽസ്, ധാതുക്കളും ലോഹങ്ങളും. ഓക്കെ, നമ്മൾക്ക് അന്തരീക്ഷത്തിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഇതാണ് റിസോഴ്സസ് ആണ്. ഒന്ന് ധാതുക്കൾ, പിന്നെ ഒന്ന് ലോഹങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചിച്ചേ ആയിരിക്കണം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് ഇതിന്റെ ആബ്സെൻസ് ആയിരിക്കും ഉണ്ടാവുക, അവർക്ക് ഇത് കണി കാണാനും പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസും മറ്റൊന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സസും. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത്, അതിന്റെ ഉപയോഗം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും, അതായത് തീർന്നു പോകില്ല. വാട്ടർ, ബയോമാസ്. പിന്നെ ഒന്ന് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല, എടുക്കും തോറും അതിന്റെ ഉപയോഗം തീർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കണ്ടന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊന്നാണ് ഫോസിൽ ഫ്യൂവൽസ്, മറ്റൊന്നാണ് ഓർസ് മെറ്റൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് തമ്പ് ചെയ്യണേ ക്ലിയർ ആയെങ്കിൽ. ഓക്കെ ആണ്.
അപ്പൊ ഞാൻ 2 ടോപ്പിക് 2 പേർക്കായിട്ട് ഇപ്പൊ തരാം. അടുത്ത ക്ലാസ്സിൽ സെമിനാർ പ്രസന്റേഷൻ ആണ്. ആരാ ചെയ്യുക? 2 പേര് കേട്ടോ. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്. ഇതില്ലാത്തുള്ളത് മാത്രമല്ല, എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ കണ്ടെത്തി വേണം സെമിനാർ പ്രസന്റ് ചെയ്യാൻ. ഓക്കെ, ആരാണ് റിന്യൂവബിൾ റിസോഴ്സസ് ചെയ്യുക? റിന്യൂവബിൾ റിസോഴ്സസ് ഞാൻ ഞാൻ ചെയ്യാം മാം. ഓക്കെ. ലവ്ലി. ഓക്കെ മാം, ഞാൻ ചെയ്യാം. ഓക്കെ. Then non-renewable resources. ഞാൻ ചെയ്യാം മാം. സിൻസി. അല്ലാതെ ശ്രുതി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശ്രുതി ചെയ്യാന്ന്. ശ്രുതി. ശ്രുതി ചെയ്യാവോ? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പൊ ഒന്ന് ലവ്ലി റിന്യൂവബിൾ റിസോഴ്സസ് ചെയ്യും, ശ്രുതി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ചെയ്യും കേട്ടോ. ഓക്കെ, അത് നമുക്ക് തീരുമാനിക്കാം. ദെൻ അടുത്തത് നമുക്ക് നോക്കാം, ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് ദ റിസോഴ്സസ്. ഓക്കെ, ആദ്യം ഒന്ന് റീഡ് ചെയ്തേ. ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് ദ റിസോഴ്സസ്. ആതിര. ഞാൻ പുറത്താണ്. എന്തെങ്കിലും ജോലിയിലാണോ? ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പുറത്താണ്. പുറത്താണ്. പുറത്താണല്ലേ? ഓക്കെ, എന്നാ വേറെ ആരെങ്കിലും വായിച്ചു. ലവ്ലി വായിക്കും എന്നാ. ലവ്ലി. Human interaction with the resources. Sustainable management of renewable resources. The primary concern in the sustainable management of renewable resources is to secure that the rate at which it is begun, replenished, or regenerated. This means that water should not be withdrawn from wells at a faster rate than the rate at which rainwater is replenishing underground storage system. In the same way, the number of trees cut down should not outstrip the number of new trees planted. Sustainable management of അതും കൂടി വായിച്ചോട്ടെ മാം. അത് വായിച്ചോളൂ. Non-renewable resources. The forces of non-renewable resource management differ from that of renewable resource management. The salient feature of non-renewable resources is that they can be drained. The more we use, the less remains. The earth is basically a closed system. The amount of matter in the earth system is fixed. The existing solid earth resources are all that we have and probably all we will ever have. Thank you, ma'am. എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് മാം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഓക്കെ. അപ്പോ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് മനുഷ്യനും വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ആദ്യം വരുന്നത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വേഗത എന്ന് പറയുന്നത്, ഒരു റിസോഴ്സസ് ഭൂമിയിൽ ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ അത് ഭൂമിയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനേക്കാളും വേഗത്തിലാവരുത് നമ്മളൊരു സാധനം ഉപയോഗിച്ച് തീർക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ഭൂമിയിൽ ഉണ്ടായി വരണമെങ്കിൽ അതിന് കുറച്ച് കാലയളവ് ആവശ്യമാണ്, അല്ലെ? ഒരു പീരീഡ് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പാടില്ല. സ്പീഡ് കുറയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമല്ലോ, അല്ലെ? എല്ലാവരും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെ വീട്ടിൽ പൈപ്പ് ഉണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് ആരെങ്കിലും? പണ്ടൊക്കെ എടുക്കുമായിരുന്നു മാം, ഇപ്പൊ പൈപ്പിലാണ്. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ്. അതായത് മഴവെള്ളം നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോഴേക്കാളും ഉള്ള വേഗത്തിലാവരുത് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ വെള്ളം കൂടുന്നു പറയുന്നുണ്ട്. കാരണം എന്താണ്? അതൊരു റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ഉപയോഗം എന്ത് ചെയ്ത് നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ തേവി എടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോ
കൂടുതലായിട്ട് അത് എടുക്കരുത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്, മഴവെള്ളം അണ്ടർഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന വേഗതയേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് പാടില്ല. ഓക്കെ, മറ്റൊരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ടുണ്ട്, മരം വെട്ടുമ്പോൾ വെട്ടുന്ന മരത്തേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം, നട്ടുപിടിപ്പിക്കണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതവിടെ പുനഃസ്ഥാപിക്കുകയും വേണം. ഓക്കെ, മനസ്സിലായോ? സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. നമ്മൾക്ക് ഇത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കൂടുതലായിട്ട് അമിതമായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ അത് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ മരം നമ്മൾ വെട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോ മരം വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മരം നിൽക്കുവാണ്, അത് നമ്മുടെ പെരയ്ക്ക് ദോഷമായിട്ട് നിൽക്കുകയാണ്, വീടിന് ദോഷമായിട്ട് നിൽക്കുകയാണ്, നമ്മൾ അത് വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യണം, നമ്മള് പുതിയ മരം നട്ടുപിടിപ്പിക്കുകയും കൂടി വേണം. എന്നാൽ മാത്രമാണ് ഒരു സസ്റ്റൈനബിൾ മാനേജ്മെന്റ് നടക്കുക റിന്യൂവബിൾ റിസോഴ്സസിന്റെ കാര്യത്തിൽ. അപ്പൊ ആൾക്കാർക്കുള്ള ഒരു ധാരണയാണ് ആളുകൾക്കുള്ള, അതായത് ഒരു വിദ്യാധാരണയാണ്, അതായത് നമുക്കിത് കിട്ടും, വീണ്ടും വീണ്ടും കിട്ടുമല്ലേ. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടും. പക്ഷെ ആ ഒരു ചിന്താഗതി പാടില്ല. നമ്മൾ എടുക്കുന്നുണ്ടോ അത് നമ്മള് അവിടെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ ഉള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. Then B, sustainable management of non-renewable resources. ഇവിടെ പറയുന്നത് ഈ ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരിക്കൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളിത് ഒരിക്കൽ ഉപയോഗിച്ചു, നമ്മളിപ്പോ ഒരു ക്വാണ്ടിറ്റിയിൽ അത് ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യില്ല, അത് ക്വാണ്ടിറ്റിയില്ല, ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം അതിന്റെ ഉപയോഗം അത് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ പ്രത്യേകത. പിന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കുറയും. ഓക്കെ, നമ്മളത് കൂടുതലായിട്ട് എന്താണ് ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വളരെ മുൻകരുതലുകൾ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാല് ഏതൊരു വസ്തു ആയാലും, ഭൂമിയിലുള്ള ഏത് വസ്തു ആയാലും അതിന്റെ അളവെന്ന് പറയുന്നത് വളരെ നിശ്ചിതമാണ്. പ്രത്യേകിച്ച് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ കാര്യത്തില് ഇത്തരം വസ്തുക്കള് ഭൂമിയിൽ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് പാഴാക്കുന്നത്, അതായത് ഇത് ആവശ്യമില്ലാതെ പാഴാക്കി കളയുന്നത് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ പുനരുപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ റീസൈക്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിനകത്ത് നടപ്പിലാക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണെന്നാണ് എക്സാമിന് പ്രധാനമായിട്ട് ചോദിക്കുക. അതൊന്ന് നോക്കി വെക്കണം. ഇനി അടുത്തത് എൻവയോൺമെന്റ് പൊല്യൂഷൻ ആണ് കേട്ടോ. എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒന്ന് റീഡ് ചെയ്തോളൂ. Environment pollution. Environment pollution means wreaking the environment in such a manner that it is unable to play its role properly. A blended environment is not going to maintain, nourish, and sustain humanity. Environment pollution is air pollution, land pollution, sound pollution, and radiation pollution. Air pollution വായിക്കണോ മാം? എയർ പൊല്യൂഷൻ വായിച്ചു. Air pollution. Air pollution may be defined as the happening in air of any foreign material or gas which is risky to man, vegetation, animals, or buildings. Thus, the contamination of air with dust, smoke, and harmful gases may be considered as air pollution. Madhya ma'am. Thank you ma'am. ഓക്കെ, അപ്പോ എൻവയോൺമെന്റ് പൊല്യൂഷൻ അഥവാ പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള
ഒരു ഇതാണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ പരിസ്ഥിതിയെ മോശകരമായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ എൻവയോൺമെന്റിന്റെ സസ്റ്റൈനബിലിറ്റി, അതായത് നിലനിൽപ്പിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അപ്പൊ അതിനകത്ത് എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എയർ പൊല്യൂഷൻ വരും, അതുപോലെ തന്നെ ലാൻഡ് പൊല്യൂഷൻ വരും, സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഒക്കെ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അത് ആദ്യത്തേതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എയർ പൊല്യൂഷൻ മീൻസ് വായു മലിനീകരണം. ഓക്കെ, air pollution may be defined as the happening in air of any foreign material or gas which is risky to man, vegetation, animals or buildings. Thus, the contamination of air with dust, smoke and harmful gases may be considered as air pollution. അതായത് വായുവില് ഫോറിൻ മെറ്റീരിയൽസ് അഥവാ അന്യവസ്തുക്കൾ. ഈ അന്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോറിൻ മെറ്റീരിയൽസ് ഹാനികരമായിട്ടുള്ള അതായത് ഹാനികരമായിട്ടുള്ള, അതായത് പുക അല്ലെ, പുകയുണ്ട്, അതുപോലെ തന്നെ പൊടി, പിന്നെ വിഷവാതകങ്ങൾ അല്ലെ, പലതരത്തിലുള്ള, നമുക്കറിയാം നമ്മുടെ വായുവിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കില്ല അല്ലെ. നമ്മുടെ എന്താ പറയാ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കുമോ? വളരെ സൂക്ഷ്മമായിട്ടുള്ള ഡസ്റ്റിനെയും അതുപോലെ സ്മോക്കിനെയും ഒക്കെ കാണാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ചില സമയത്ത്, അതായത് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും പൊടിയുണ്ട്, അല്ലെങ്കിൽ പുകയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇപ്പോ നമ്മളൊരു ഫാക്ടറിയുടെ അടുത്തൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ കുറെ അധികം വിഷവാതകങ്ങളൊക്കെ അതിന് ചുറ്റുപാടുണ്ടാവും അല്ലെ. ഇല്ല, കണ്ടിട്ടില്ലേ നിങ്ങള്? ഫാക്ടറി സൈഡിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും കുറെ അധികം വിഷവാതകങ്ങളൊക്കെ കലർന്നിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോ നമ്മുടെ വായുവിൽ എന്തൊക്കെയുണ്ട്? പുകയുണ്ട്, പൊടിയുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കെമിക്കൽസ്, അതായത് എന്താ വിഷവാതകങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മുടെ വായുവിൽ അഥവാ എയറില് കലർന്നു കഴിഞ്ഞാല് അത് മനുഷ്യനും മൃഗങ്ങൾക്കും അതുപോലെ സസ്യങ്ങള് കേട്ടോ, വെജിറ്റേഷൻ എന്ന് പറഞ്ഞ സസ്യങ്ങള്, പിന്നെ ആനിമൽസ് മൃഗങ്ങള്, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് ദോഷകരമായിട്ട് ബാധിക്കും. ഇതിനെയാണ് വായു മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോ അന്തരീക്ഷത്തിലെ വായുവിൽ ഉണ്ടാകുന്ന പുക, പൊടി, ഡേഞ്ചറസ് കെമിക്കൽസ് എന്നിവ വായുവിൽ കലർന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും മൃഗങ്ങളെയും കെട്ടിടങ്ങളെയും ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഇതിനെ വായു മലിനീകരണം എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അപ്പോ നമ്മൾക്ക് മാത്രമല്ല ഇത് ദോഷകരമാകുന്നത് അല്ലെ, അത് സസ്യങ്ങൾക്ക് എന്താണ് ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട്, അതുപോലെ മൃഗങ്ങൾക്ക് ദോഷകരമാണ് അല്ലെ. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് ഇത് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. പിന്നെ കെട്ടിടങ്ങളിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെ, ബിൽഡിങ്ങുകളിലൊക്കെ. അപ്പോ ഇതിനെ വായു മലിനീകരണം എന്ന് പറയാം, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറയാം. ഇനി കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, എന്തൊക്കെയാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ആദ്യം തന്നെ നമ്മുടെ ചുറ്റുപാടിനുള്ള വാഹനങ്ങൾ അല്ലെ, വണ്ടികള് എയർ പൊല്യൂഷന് കാരണമാകാറില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോരം വണ്ടികളാണ് അല്ലെ നമ്മുടെ ടൗണിലൂടെയൊക്കെ പോകുന്നേ. അപ്പൊ നമ്മൾ ടൗണിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുറെ അധികം വണ്ടികൾ കാണാൻ പറ്റും അല്ലെ. അതിൽ നിന്നൊക്കെ ഉയരുന്ന പുക, പൊടി ഒക്കെ എന്ത് ചെയ്യാം? എയർ പൊല്യൂഷന് കാരണമാകാം. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായം അല്ലെ. ഞാൻ പറഞ്ഞു നേരത്തെ ഫാക്ടറികളൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് ഭയങ്കരമായിട്ട് എപ്പോഴും പുകയൊക്കെ ഉയരുന്നത് കാണാം അല്ലെ. കറുത്ത നിറത്തിലുള്ള പുകയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ ഇവിടെ നമുക്കറിയാം ലൗലി, ആലുവ അല്ലെ, ആലുവ അതുപോലെ തന്നെ അത് തന്നെ, അതെ ഫാക്ടറി, FSC അത് തന്നെ, ആ ഒരു സ്ഥലം. അവിടെയൊക്കെ നമ്മള് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ബിൽഡിംഗ് ഇതിന്റെയൊക്കെ ഫാക്ടറികളിൽ നിന്നുള്ള ഒരു കറുത്ത പുകയൊക്കെ വരുന്നത് കാണാനായിട്ട് സാധിക്കും.
അപ്പോ അതും എന്താണ്, ഈ വ്യവസായം എന്ന് പറയുന്നത് വായു മലിനീകരണത്തിന് ഫാക്ടറിയിൽ നിന്നും അവിടെ നിന്ന് വരുന്ന പുക, പൊടി ഒക്കെ ഇതിന് കാരണമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ധനം. ഇന്ധനം വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടോ? ഫ്യൂവല് ഒന്ന് ആലോചിച്ച് ഇന്ധനങ്ങൾ കത്തുമ്പോഴുള്ള പുക. കത്തുമ്പോഴാണ് പുക വരുന്നത് അല്ലെ വാഹനങ്ങളിൽ. ഓക്കെ, അപ്പൊ അത്. പിന്നെ അതുപോലെ തന്നെ യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്. എന്താണ് ഇൻസെക്ടിസൈഡ്സ്? കീടനാശിനികളുടെ ഉപയോഗം. നമ്മള് ചെടികളൊക്കെ വളരാൻ വേണ്ടിയിട്ട് കൃഷി സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ധാരാളം കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇത് എന്ത് ചെയ്യാണ്, ചെടികൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ വായുവിലാണ് ഇത് കലരുന്നത് അല്ലെ. അപ്പോ അത് എയർ പൊല്യൂഷന് കാരണമാകും. പിന്നെ അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വനനശീകരണം അല്ലെ. അതായത് വനങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് അല്ലെ. ഇത് പ്രോപ്പർ ആയിട്ടുള്ള എയർ പാസേജ് പ്രിവെന്റ് ചെയ്യും അല്ലെ. അപ്പൊ അതും വായു മലിനീകരണത്തിന് കാരണമാകാറുണ്ട്. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഗാർബേജ്. എന്താ? മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തത്. മാലിന്യങ്ങള് നല്ല രീതിയിൽ സംസ്കരിക്കാത്തത്, ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തത് എന്താണ്, വായു മലിനീകരണത്തിന് കാരണമാകും. നമ്മള് വേസ്റ്റ് ഒക്കെ വരുന്ന സാധനങ്ങൾ കത്തിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, കുറവാണ്. കാരണം കുടുംബശ്രീയിലെ ചേച്ചിമാര് വന്നിട്ട് കൊണ്ടുപോകും അല്ലെ, ഹരിത കർമ്മസേന ഇല്ലേ. മുമ്പ് നമ്മൾ കത്തിച്ചു കളയുമായിരുന്നു അല്ലെ. കത്തിച്ചു കളയുമ്പോ എന്താണ്, ധാരാളം അതായത് ഒരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ളൊരു മണം, ഒരു സ്മെല്ലും പിന്നെ പുകയൊക്കെ ആയിരിക്കും അല്ലെ. ചിലപ്പോ ചുമച്ചിട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം ആ ഒരു സ്മെല്ല് മണത്തിന്റെ അല്ലെ. അപ്പൊ ഇത്തരത്തില് മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറവാണ്. കാരണം നമുക്ക് പെനാൽറ്റി ഉണ്ട്, കത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് പെനാൽറ്റി അടക്കണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു ചാക്കിലോ ഒരു കിറ്റിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അവര് അത് വന്ന് എടുത്തോണ്ട് പോകും അല്ലെ. കഴിഞ്ഞ കൊല്ലം തോന്നണം മിസ്, ഈ വേസ്റ്റുകള് കുന്നുകൂടിയിരുന്ന സ്ഥലം ഉണ്ടല്ലേ എറണാകുളം ജില്ലയില്, അത് കത്തി പിടിച്ചിട്ട് 3-4 ദിവസത്തേക്ക് ഭയങ്കര പൊടിയും പുകയൊക്കെ ആയിരുന്നു. ഭയങ്കര പുകയായിരുന്നു എറണാകുളത്ത്. ബ്രഹ്മപുരം. അപ്പൊ മാലിന്യങ്ങൾ ശരിയായിട്ട് സംസ്കരിക്കാത്തതൊക്കെ എന്താണ്, എയർ പൊല്യൂഷന് കാരണമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ. ഒരാളൊന്ന് വായിച്ചതെന്ന് എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ആരെങ്കിലും. ഈസിയാണ്. എയർ പൊല്യൂഷൻ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഞാൻ effect of climate, effect on visibility, effect on agriculture, effect on man, effect on zone player, bed, effect of vegetation and life in water. ആദ്യം തന്നെ നമ്മുടെ എയർ പൊല്യൂഷൻ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യും. ക്ലൈമറ്റ് ഭയങ്കര പുക ആയിട്ടൊക്കെ മാറും. പിന്നെ അത്രയൊക്കെ അറിയുള്ളൂ. ഓക്കെ, അതായത് എയർ പൊല്യൂഷന്റെ പ്രത്യാഘാതങ്ങൾ അഥവാ കോൺസിക്വൻസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ്, കാലാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. എഫക്റ്റ് ഓൺ വിസിബിലിറ്റി, അതെന്താണ് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിബിലിറ്റി കാണാൻ പറ്റായിക. അതെ, കാഴ്ച അല്ലെ, അതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എഫക്ട് ഓൺ അഗ്രികൾച്ചർ, കൃഷിയെ ദോഷകരമായിട്ട് ബാധിക്കും. എഫക്ട് ഓൺ മാൻ, മനുഷ്യന് ദോഷകരമായിട്ട് ബാധിക്കുന്നു. എഫക്ട് ഓൺ ഓസോൺ ലെയർ അല്ലെ, ഓസോൺ ലെയർ കേട്ടില്ല. ഓസോൺ പാളിയെ എന്ത് ചെയ്യുന്നു, വിള്ളലേൽപ്പിക്കുന്നു. ഓസോൺ പാളിയില് വിള്ളൽ വരും അല്ലെ. നമ്മുടെ UV റേസിനെ നമ്മുടെ ഭൂമിയിലേക്ക് വരാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതാണ് എന്ത്, ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, UV റേസ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലോട്ട് വരും. അപ്പൊ ഇത്തരത്തില് വായു മലിനീകരണം എന്ത് ചെയ്യുന്നുണ്ട്, ഓസോൺ പാളിയെ മോശകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ബാഡ് എഫക്ട് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ, അതുപോലെ തന്നെ
സസ്യ ജീവജാലങ്ങൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ വെള്ളത്തിലുള്ള ജീവികള്, അതുപോലെ തന്നെ ചെടികളില് ഇത്തരത്തിലുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോശകരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. അപ്പൊ എയർ പൊല്യൂഷൻ ഒരു കാര്യത്തിൽ പറഞ്ഞാല് എന്ത് ചെയ്യുന്നു, എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും മോശകരമായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. അപ്പൊ ഞാൻ ഇനി അടുത്ത ടോപ്പിക് തരാം. ഇപ്പൊ എയർ പൊല്യൂഷൻ ഞാൻ വായിച്ചു, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, എയർ പൊല്യൂഷനെ കുറിച്ചിട്ട് സെമിനാർ ചെയ്യണം. ആരാണ് എയർ പൊല്യൂഷൻ ചെയ്യാം? ഞാൻ ചെയ്യാം മാം. ലാൻഡ് പൊല്യൂഷൻ ചെയ്തോളൂ കേട്ടോ. ലാൻഡ് പൊല്യൂഷൻ പേര് പറഞ്ഞോളൂ. ലാൻഡ് പൊല്യൂഷൻ എല്ലാവരും ചെയ്യണം കേട്ടോ. ലാൻഡ് പൊല്യൂഷൻ ആര് ചെയ്യാം? അടുത്ത ആഴ്ച മിക്കവാറും ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയില്ല, അറിയില്ല എനിക്ക്. റിപ്പബ്ലിക് ഡേ ആണല്ലോ മൺഡേ വരുന്നത്. ചിലപ്പോ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാകാം, നോക്കാം നമുക്ക്. അടുത്ത ആഴ്ച എങ്ങാനും ഇല്ലെങ്കിൽ തന്നെ പിന്നെ നെക്സ്റ്റ് വീക്ക് ഈ സെമിനാർ ടോപ്പിക് കേട്ടോ. ഈ ആഴ്ച ജിസ്മ ഉണ്ടാവുമോ? ബുധനാഴ്ചയാണോ അറിയില്ല. മിസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല, ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ടില്ല. സൗണ്ട് പൊല്യൂഷൻ റിസീവ് ചെയ്യോ? ചെയ്യാം. ചെയ്യാം. ഓക്കെ, കോൺസിക്വൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാം അതിനകത്ത് വരും. റേഡിയേഷൻ പൊല്യൂഷൻ ആരാ ചെയ്യാം? റേഡിയേഷൻ പൊല്യൂഷൻ ഞാൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മേജർ ഗ്ലോബൽ എൻവയൺമെന്റ് ത്രെറ്റ്സ്. ഈ രണ്ട് ടോപ്പിക് ആണുള്ളത്. അത് രണ്ടുപേര് മുന്നോട്ട് വരും അത് ചെയ്യാനായിട്ട്. ഒന്ന് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആക്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. 3 ആക്ടുകളെ കുറിച്ചിട്ട് ഒന്ന്, അല്ല 4 ആക്ടുകൾ ഉണ്ട്. അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്താൽ മതി. ഈസിയാണ് ആക്ടുകളെ കുറിച്ച്. ആരാ? അസീന പറഞ്ഞായിരുന്നോ? ഇല്ല മാം. എന്താ പറയട്ടെ? ഞാൻ പറയാം. അതെന്നുവെച്ചാ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടല്ലോ, അപ്പൊ പറയാത്തവര് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. ആരില്ലെങ്കിൽ പറയാം. ഓക്കെ മാം. ചെയ്തോളൂ കേട്ടോ. മേജർ ഗ്ലോബൽ എൻവയൺമെന്റൽ ത്രെറ്റ് അശ്വതി. മാം അപ്പൊ ഞാൻ ഏതാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആക്ടുകളെ കുറിച്ചിട്ടാണ് പറയണ്ടേ. ഓക്കെ മാം. വാട്ടർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, എയർ പ്രിവെൻഷൻ ആക്ട് ഉണ്ട്, എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്. അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ട് എഴുതിക്കൊണ്ടുവരിക. പിന്നെ അശ്വതി ദേവ്, അശ്വതി കേൾക്കുന്നില്ല. പ്രശാന്ത് കെ പി, പ്രശാന്ത് കെ പിയുടെ പേരെന്താ? മിണ്ടുന്നില്ലല്ലോ. നസീറ, നസീറ ജംഷീർ. ലാസ്റ്റത്തെ ടോപ്പിക് സെമിനാർ പ്രസന്റ് ചെയ്യാമോ? നോക്കാം. ഏതോ ഒന്ന് പറയാ ഒന്നുകൂടെ. മേജർ ഗ്ലോബൽ എൻവയൺമെന്റൽ ത്രെറ്റ്സ്. മേജർ ഗ്ലോബൽ എൻവയൺമെന്റൽ ത്രെറ്റ്സ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ മൺഡേക്ക് റെഡി ആക്കി കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.